ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോംപ്ലക്സ് അനാലിസിസിലെ 10 ചോദ്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്ക്വാഡ്സ് ലെമ്മ, റെസിപ്പി തിയറം ഇതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതാണ്. നിങ്ങൾ ചോദ്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കി ചെയ്ത് നോക്കാം, എന്നിട്ട് ആൻസറുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, f of z equal to u plus I v is analytic on a domain and v equal to y plus 2xy, then u കാണാനാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഒരു ഫങ്ഷൻ അനലിറ്റിക് ആണെന്നുണ്ടെങ്കിൽ അത് CR ഇക്വേഷൻസ് ഫോളോ ചെയ്യും. അപ്പോൾ യു എക്സ് ഈക്വൽ ടു വി വൈ, യു വൈ ഈസ് ഈക്വൽ ടു മൈനസ് വി എക്സ് എന്നാണ് ആ CR ഇക്വേഷൻസ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വി ഇവിടെ തന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് വി റെസ്പെക്ട് ടു വൈ കാണാമല്ലോ, വി റെസ്പെക്ട് ടു എക്സ് കാണാമല്ലോ. അപ്പോൾ വിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ചിട്ട്. അപ്പോൾ എന്താ കിട്ടുക? ഫസ്റ്റ് എത്തത് 1 ആവും, പ്ലസ് 2x അല്ല, വൈൻ്റെ ഡെറിവേറ്റീവ് 1 ആയിട്ട് പോയില്ല. ഇനി എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താണ് വരാ? ഇങ്ങനെ രണ്ടെണ്ണം നമുക്ക് കിട്ടി. ഇനി വി വൈ ആണ് എന്ത്? യു എക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ? വി വൈ ആണ് ഇവിടെ യു എക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? നമ്മൾ ഡോ വി ബൈ ഡോ വൈ ആണല്ലോ 1 പ്ലസ് 2x, അത് എന്താണ്? യു എക്സ് ആണ് വന്നിട്ടുള്ളത്. സോ ദിസ് ഈസ് ഡോ യു ബൈ ഡോ എക്സ്. ഇപ്പം നമ്മൾ ഈ യു ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ ഡിഫറൻഷിയേഷൻ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ബോത്ത് സൈഡ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യും അല്ലേ? നമ്മൾ ആ ബോത്ത് സൈഡ്സ് എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്താണ് വരാം? യു ഇസ് ഇക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് 2x² ബൈ 2 വന്നു, പ്ലസ് ഇൻ്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഒരു ജി ഓഫ് എക്സ് ടേംസിലാണ്. സോ നമ്മളിപ്പോൾ ഇവിടെ ജി ഓഫ് വൈ ഒരു കോൺസ്റ്റൻ്റ് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് ഈ 2 ക്യാൻസൽ ചെയ്തു, എക്സ് പ്ലസ് x² എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ജി ഓഫ് വൈ കാണണം. ഓക്കെ, അപ്പോൾ യു അത് അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്തു. ഇനി സെക്കൻഡ് കണ്ടീഷൻ എടുക്കണം. അപ്പോൾ വി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് വേണ്ടത്. ദാറ്റ്സ് ഈക്വൽ ടു യു വൈ. അപ്പോൾ ഞാനെന്ത് ചെയ്തു എന്നറിയോ? ഇവിടെ യു വൈ കണ്ടുവച്ചു നോക്കും, യു വൈ ചെയ്ത് നോക്കും. അപ്പോൾ ഡോ യു ബൈ ഡോ വൈ ചെയ്യുകയാണെങ്കിൽ ഇത് 0 വന്നു, ഇത് 0 വന്നു, ദെൻ ജി ഡാഷ് ഓഫ് വൈ എന്ന് വന്നു. ഓക്കെ, അപ്പോൾ യു വൈ ഈസ് ഇക്വൽ ടു ജി ഡാഷ് ഓഫ് വൈ. ഈ യു വൈ ആണ് എന്ത്? മൈനസ് വി എക്സ്. മൈനസ് വി എക്സ് ഇവിടെ 2y തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? മൈനസ് വി എക്സ്, അതായത് 2y. അപ്പോൾ നമുക്ക് ജി ഡാഷ് ഓഫ് വൈ എന്നത് മൈനസ് 2y ആണെന്നുള്ളത് കിട്ടി. അപ്പോൾ ജി ഓഫ് വൈ നമുക്ക് കിട്ടുമല്ലോ. എന്താണ് ജി ഓഫ് വൈ എന്ന് പറയുന്നത്? അതായത് ഇതിനെ നമ്മൾ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ മൈനസ് 2y² ബൈ 2 പ്ലസ് സി. ഇപ്പോൾ 2 ക്യാൻസൽ ചെയ്തു, മൈനസ് y² പ്ലസ് സി. ഇതെടുത്തിട്ട് എവിടെ അപ്ലൈ ചെയ്യാം? ഓക്കെ, ഈ ഇക്വേഷനിൽ. സോ നമ്മുടെ ആൻസർ വിൽ ബി x² പ്ലസ് എക്സ് പ്ലസ് x² പ്ലസ് പ്ലസ് വേണ്ട, മൈനസ് 2 വേണ്ട, y² പ്ലസ് സി. അപ്പോൾ ഇത് നമ്മുടെ ഓപ്ഷനിൽ വല്ലയിടത്തും ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തേ. ഓപ്ഷനിൽ x² മൈനസ് y² പ്ലസ് എക്സ് പ്ലസ് സി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ചോദ്യത്തേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the radius of convergence of the series 1 minus 4z² plus 16z² plus z raised to 4 minus 64z raised to 6 etc. അപ്പോൾ ഈ ഒരു കേസ് എങ്ങനെയാണ് ചെയ്യുക? ഇപ്പോൾ ഇത് നോക്കിയേ, നമ്മളിപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇതൊരു സീരീസ് ഒക്കെ സമ്മിൻ്റെ ടേംസിൽ എഴുതാണ്. അപ്പോൾ z² z raised to 4 z raised to 6 z raised to 8 ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതായത് നമുക്ക് അതിന് ഈവൻ നമ്പേഴ്സ് ഇല്ല. അപ്പോൾ 2n എന്ന് എഴുതാം. ആൻഡ് an ഇവിടെ 4:1 4² 4³ 4:0. ഓക്കെ, നമുക്കിതിന് 4:n എന്ന് എഴുതാം. പിന്നെ മൈനസും പ്ലസും ഒക്കെ മാറിയാണ് വരുന്നത്. അപ്പോൾ മൈനസ്
4n z2n എന്ന് നമുക്ക് നമ്മുടെ ആ സീരീസ് എഴുതാം. ഇത് കാണുമ്പോൾ എന്തായിട്ടാണ് തോന്നുന്നത്? ഓക്കെ, ഞാൻ ഇങ്ങനെ എഴുതാണ്, -4z² all raised to n എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഇത് കണ്ടാൽ എന്തായിട്ടാണ് തോന്നുന്നത്? അതെ, ഇത് -4z² ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോവാണ്. അപ്പോൾ ഇതെന്താണ്? ഒരു ജോമെട്രിക് സീരീസ് ആണ്. ജോമെട്രിക് സീരീസ് എന്ന് പറഞ്ഞാൽ a + ar+ar² എക്സിട്ര ഈ ഒരു ഫോമിൽ പോവും. അപ്പോൾ ഇതിൻ്റെ സം എന്ന് പറയുന്നത് എന്താണ്? സം എന്ന് പറയുന്നത് a × 1 - r⁻n ഡിവൈഡഡ് ബൈ 1 - r ആണ് ഇതിൻ്റെ സം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ a എന്ന് പറയുന്നത് ഇവിടെ 1ഉം ആൻഡ് r എന്ന് പറയുന്നത് -4z² ആണ്. നമുക്ക് ഒരു ജോമെട്രിക് സീരീസ് കൺവേർജൻ്റ് ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ r എന്ന് പറയുന്നത് എന്തായിരിക്കണം? <<1 ആയിരിക്കണം. അങ്ങനെയെങ്കിലാണ് ആ സീരീസ് ഉണ്ടാവുക, കൺവേർജൻ്റ് ആവുക. അപ്പോൾ ഇവിടെ -4z² എന്ന് പറയുന്ന ടേം എന്താവണം? <<1 ആയിരിക്കണം. അപ്പോൾ എന്തായി? 4z² <1, z² എന്ന് പറയുന്നത് <1/4, സോ z <1/2. സോ ആ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് 1/2 ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ലെറ്റ് d equal to z element of c such that mod z <1 and let f from d onto d be the bijective analytic function such that f(1/2 = 0. അപ്പോൾ ബൈജക്റ്റീവ് അനലിറ്റിക് ഫംഗ്ഷൻ പിന്നെ d onto d എന്ന് കണ്ടാൽ ഇത് d onto d എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഓട്ടോമോർഫിസം. അപ്പോൾ ഈ ഓട്ടോമോർഫിസം ഓൺ ഡി എന്താണ് ഇവിടെ? mod z <1 ആണ്. ഇറ്റ്സ് എ യൂണിറ്റ് ഡിസ്ക്. അപ്പോൾ ഓട്ടോമോർഫിസം ഓർ യൂണിറ്റ് ഡിസ്ക്. അപ്പം ഇങ്ങനെ വരികയാണെങ്കിൽ ഇതിന് ഒരു ജനറൽ ഫോം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? f(z) = e⁻i⁻θ z - a ഡിവൈഡഡ് ബൈ 1 - az. ഈ ഒരു ഫോം പഠിച്ചു വെക്കാം. ഇതാണ് എന്നിട്ട് ഓട്ടോമോർഫിസം ഓൺ യൂണിറ്റ് ഡിസ്ക് എന്നുള്ള ഫോർമുല. സോ ഇനി ഈ എ എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? എ എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് പോയിന്റ് ഇൻസൈഡ് ദ ഡിസ്ക് ദാറ്റ് മാപ്സ് ടു 0. എന്ന് പറയുന്നത് അതിന് മാപ്പ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? 0-യിലായിരിക്കും. അത് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് അവിടെ നിന്ന് കിട്ടി. ഇറ്റ്സ് ഈക്വൽ ടു 1/2. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ f(z) കണ്ടാൽ മതി. അപ്പോൾ e⁻i⁻θ × z - 1/2 ഡിവൈഡഡ് ബൈ 1 - 1/2 × z അല്ലേ? ഇതിനൊന്ന് ക്ലിയർ അപ്പ് ചെയ്താൽ നമ്മുടെ ആൻസർ കിട്ടി. അപ്പോൾ e⁻i⁻θ ഇപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. e⁻i⁻θ വരുന്നതാകെ ഓപ്ഷൻ ബിയിൽ മാത്രമാണ്. അപ്പോൾ നമുക്ക് എന്ത് ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് കിട്ടി അല്ലേ? അതായത് 2z - 1 ഡിവൈഡഡ് ബൈ 2 - z ബൈ 2 ക്യാൻസൽ ചെയ്ത്. ഓക്കെ, അപ്പം നമ്മുടെ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. എഫ് എന്ന് പറയുന്നത് ഇസ് എ Mobius transformation on C infinity that has infinity as its only fixed point. താഴെ തന്നിട്ടുള്ളതിൽ ഏതിനാണ് ഇൻഫിനിറ്റി മാത്രം ഫിക്സഡ് പോയിന്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദ്യം. അപ്പോൾ ജസ്റ്റ് എന്ത് ഈ മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ? മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് കോംപ്ലക്സ് പ്ലെയിനിൽ നമ്മൾ ഓരോ ഷേപ്സ്, ഇപ്പോൾ സർക്കിളാവട്ടെ, സ്ട്രെയിറ്റ് ലൈൻസ് ആയിക്കട്ടെ, അതിനെ റീഷേപ്പ് ചെയ്യാം. അതിൻ്റെ വെറൈറ്റി ഷേപ്പിലേക്ക് മാറ്റുന്ന മറ്റൊരു ഷേപ്പിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നതിനെയാണ് ഈ മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ആംഗിൾസ് പ്രിസർവ് ചെയ്തിട്ടുണ്ടാവും, എന്നിട്ട് അതിൻ്റെ ഷേപ്പ് മാറ്റുക. ഷേപ്പ് എന്ന് വെച്ചാൽ അതിന് സെയിം ഷേപ്പ് തന്നെ ആയിരിക്കും, ബട്ട് അതിനൊന്നും കൂടി ഒന്ന് വിപുലീകരിച്ചിട്ടോ അങ്ങനെ, അതായത് വേണമെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ അതിനെ സ്ട്രെച്ച് ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ അതിനെ ഫ്ലിപ്പ് ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ അതിനെ സൂം ചെയ്തിട്ടോ അല്ലെങ്കിൽ സൂം ഔട്ട് ചെയ്തിട്ടോ അങ്ങനെ പലതരത്തിൽ അതിനെ ട്രാൻസ്ഫോം ചെയ്യാം ആ ഒരു ഷേപ്പിനെ.
അപ്പോൾ 4 തരത്തിലാണ് ട്രാൻസ്ഫോർമേഷൻ വരുന്നത്. റൊട്ടേഷൻ, ഡൈലേഷൻ, ട്രാൻസ്ലേഷൻ, ഇൻവേഷൻ, ഇങ്ങനെ 4 വരാം. അപ്പോൾ റൊട്ടേഷൻ ഇതെങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം മീൻസ് ഇപ്പോൾ മൊബൈസ് ട്രാൻസ്ഫോർമേഷൻ ജനറൽ അതിൻ്റെ ഒരു ഫോർമുലയും കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് വെച്ചോളൂ. അതല്ല ഇവിടെ ചോദ്യം, എന്നാലും ഒന്ന് അറിഞ്ഞു വെക്കുക. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എ സെഡ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ സി സെഡ് പ്ലസ് ഡി എന്നുള്ള ഫോമിലായിരിക്കും നമ്മുടെ മൊബൈസ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, അപ്പോൾ ഇത് പലതരത്തിലുണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്മൾ ആ ഒരു കാര്യങ്ങൾ വരയ്ക്കാം. ഇപ്പോൾ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇ റേസ് ടു ഐ തീറ്റ ഇൻറ്റു, അതായത് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു ഇ റേസ് ടു ഐ തീറ്റ ഇൻറ്റു സെഡ്, ഈ ഫോമിലായിരിക്കും. ഈ രീതിയിലായിരിക്കും അതിനെ എഴുതുക. ഇവിടെ ഇങ്ങനെ എഴുതാൻ അതിൻ്റെ ഫിക്സഡ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഇതിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, റൊട്ടേഷനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫിക്സഡ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ അല്ല, അതുകൊണ്ട് 0യും ഇൻഫിനിറ്റിയുമാണ് ഇതിൻ്റെ ഫിക്സഡ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ദ ഫിക്സഡ് പോയിന്റ്സ് ആർ 0 ആൻഡ് ഇൻഫിനിറ്റി. ആൻഡ് ഡൈലേഷൻ്റെ കേസ് പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ അതിനെ സ്ട്രെച്ച് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂം ഔട്ട്, സൂമിങ്, ഇതൊന്ന് സ്ട്രെച്ച് ചെയ്യാം. ഒറിജിനിൽ നിന്ന് അതിനെ സ്ട്രെച്ച് ചെയ്യുന്ന പരിപാടിയാണ് ഡൈലേഷൻ. അതെങ്ങനെയാ? സെഡ് പ്ലസ് സി എന്നുള്ള ഫോമാണ്. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് പ്ലസ് സി. ഓക്കെ, സോറി സെഡ് പ്ലസ് സി അല്ല, ലാംഡ സെഡ് പെർ ലാംഡ ഗ്രേറ്റർ ദാൻ 0. ഇതിൻ്റെ ഫിക്സഡ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ 0യും ഇൻഫിനിറ്റിയാണ് അല്ലേ. ഒറിജിനൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ സ്ട്രെച്ച് ചെയ്യുന്നത്. ഇനി ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അതിനെ ഒരു സെയിം എമൗണ്ട് നമ്മൾ ആ പോയിന്റ്സിനെ ഷിഫ്റ്റ് ചെയ്യുക. സെയിം എമൗണ്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതിനാണ്. അവിടെ നമ്മൾ ഒറിജിനൽ ബേസ് ചെയ്തിട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. സോ ഓൺലി അതിൻ്റെ ഫിക്സഡ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഓൺലി ഫിക്സഡ് പോയിന്റ്സ് ആർ ഇൻഫിനിറ്റി. അത് എഴുതുന്നത് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് പ്ലസ് സി ആണ്. ആൻഡ് ഇൻവേർഷൻ മീൻസ്, ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഫ്ലിപ്പ് ചെയ്യുന്നത്. ദെൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1/z ആകുന്നു. ഓക്കെ, അതായത് സർക്കിളിലത്തെ പോയിന്റ്സ് ഇൻസൈഡ് ഉള്ളത് പോയിന്റ്സ് ഔട്ട്സൈഡ് ആയിട്ട് മാറും. ഓക്കെ, ഫ്ലിപ്പ് ചെയ്യാം. സോ ഇതിൻ്റെ ഫിക്സഡ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഫിക്സഡ് പോയിന്റ്സ് ആ എബൌട്ട് എ യൂണിറ്റ് ഡിസ്ക് ആണെന്നുണ്ടെങ്കിൽ ഫിക്സഡ് പോയിന്റ്സ് എന്ന് പറയുന്നത് 1ഉം -1. യൂണിറ്റ് സർക്കിൾ ആണെങ്കിൽ 1ഉം -1 ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അങ്ങനെയെങ്കിൽ ഇൻഫിനിറ്റി അതിൻ്റെ ഓൺലി ഫിക്സഡ് പോയിന്റ്സ് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. ട്രാൻസ്ലേഷൻ ഓർത്ത് നോക്കാം കേട്ടോ. അടുത്തത് സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻ. Stereographic projection between S square and C infinity, the point 1 plus I of C corresponding to the following points of S square. So stereographic projection. എന്താണ് stereographic projection? Okay. Stereographic projection Z equal to X plus IY എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയിന്റ് ഓൺ എ യൂണിറ്റ് സർക്കിൾ. അതിൻ്റെ പ്രൊജക്ഷൻ എങ്ങനെയാകുമെന്ന് വെച്ചാൽ 2x 2y mod z square minus 1 divided by z square plus 1 z square plus 1 mod z square plus 1. So this is the stereographic projection. So here x and y are given as 1 plus I. So x equal to 1, y equal to 1. Just apply in this formula, we will get the answer. So 2 into 1, 2 divided by mod z. What is mod z? Mod z equal to root of x square plus y square. Mod z square equal to x square എന്താണ്? That is 1 plus y square എന്താണ്? 1. So that's equal to 2. നമുക്ക് കിട്ടിയില്ല. അപ്പോൾ 2 plus 1 എന്നുള്ളത് കിട്ടി. കോമ 2 by 2 plus 1, comma 2 minus 1 divided by 2 plus 1. So answer will be 2 by 3, 2 by 3,
ആൻഡ് 1/3. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഫോർ എ കോംപ്ലക്സ് നമ്പർ z e raised to iz greater than 1 holds if. ഓക്കെ, മോഡ് e raised to iz greater than 1 അതെപ്പോഴാണ് ഹോൾഡ് ചെയ്യണമെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഈ ഒന്ന് z എന്താണെന്നറിയാലോ, എക്സ് പ്ലസ് ഐ വൈ ആണ്. കോംപ്ലക്സ് നമ്പർ അല്ലേ z, എക്സ് പ്ലസ് ഐ വൈ ആണ്. അപ്പോൾ അത് ഞാൻ അവിടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ e raised to minus i into എക്സ് പ്ലസ് ഐ വൈ. അപ്പോൾ ഇതെന്ത് വരും? e raised to ix പ്ലസ് മൈനസ് ഐ ഇൻറ്റു ഐ എന്ന് പറയുന്നത് -1 ആവും. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ഐ. ഓക്കെ, പ്ലസ് വൈ ഇത് വന്നു. അതായത് e raised to minus ix ഇൻറ്റു e raised to y എന്ന് വന്നു. ഓക്കെ, ഇതിൽ e raised to minus ix എന്ന് പറഞ്ഞാൽ എന്താണ്? e raised to minus ix e raised to i തീറ്റ എന്ന ഫോമിനെ നമ്മൾ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് എഴുതാം അല്ലേ. അപ്പം ഇതിൽ ഇവിടെ e raised to i x ആണ്. അപ്പം നമുക്ക് മൈനസ് ഐ എക്സ് ആണ്. അപ്പം നമുക്ക് കോസ് മൈനസ് എക്സ് പ്ലസ് ഐ സൈൻ മൈനസ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതെന്ത് വന്നു? കോസ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആണ്, മൈനസ് ഐ സൈൻ എക്സ് എന്ന് വന്നു. സോ ഇതിൻ്റെ മോഡാണ് വേണ്ടത് അല്ലേ, ഇതിൻ്റെ മോഡാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മോഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? റൂട്ട് ഓഫ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ്. അപ്പോൾ ഇതിലെന്ത് വന്നു? കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 അല്ലേ. അപ്പോൾ നമുക്ക് മോഡ് e raised to minus x എന്ന് പറയുന്നത് ദാറ്റ്സ് ഈക്വൽ ടു 1. ഇത് 1 ആണ്. അപ്പോൾ മോഡ് e raised to y. ഇതെന്ത് വേണം? ഗ്രേറ്റർ ദാൻ 1 വേണം. ഇത് ഗ്രേറ്റർ ദാൻ 1 വരണമെന്നുണ്ടെങ്കിൽ ഓൾവേസ് y ഗ്രേറ്റർ ദാൻ 0 ആയാൽ മതി. ഓക്കെ, ഈ y എന്താണ്? ഇറ്റ്സ് ഇമാജിനറി പാർട്ടാണ് അല്ലേ. അപ്പോൾ ഇമേജ് z അത് ഗ്രേറ്റർ ദാൻ 0. ഇമേജ് z ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. Which of the following is true? There exists an analytic function f such that real part of f of z equal to y square minus 2x. ഇതിൽ ഏതൊക്കെയാണ് ട്രൂ എന്നാണ് നമ്മുടെ ചോദ്യം. ഇപ്പോൾ നമ്മൾ ഓരോ ഓപ്ഷൻ വൈസ് ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ എടുത്തു, ഓപ്ഷൻ എ എടുത്തു. അപ്പോൾ അത് റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എങ്കിൽ ഈ യു ആണ് ഇവിടെ തന്നിട്ടുള്ളത്, വി തന്നിട്ടില്ല. അപ്പോൾ എന്നിട്ട് അനലിറ്റിക് ആവണമെന്നുണ്ടെങ്കിൽ അത് CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. യു എക്സ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഈസ് ഈക്വൽ ടു മൈനസ് വി എക്സ്. അപ്പോൾ ഒന്നെങ്കിൽ ഇത് വെച്ച് ചെയ്യാം, പക്ഷെ അത് ടൈം കൺസ്യൂമിങ് ആണ്. അതായത് യു വിത്ത് റെസ്പെക്ട് എസ് ചെയ്തിട്ട് യു വിത്ത് റെസ്പെക്ട് വൈ ചെയ്തിട്ടൊക്കെ വി വൈയും വി എക്സും ഇത് രണ്ടും വി നമുക്ക് കിട്ടുന്നുണ്ടോ എന്നൊന്ന് നോക്കുകയാണ് ചെയ്യുക. അപ്പം അത് വേണ്ട, പകരം വേറെ ഒരെണ്ണുണ്ട്. യു എക്സ് എക്സ് പ്ലസ് യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താലും മതി. ഓക്കെ, യു എക്സ് എസ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താലും മതി. ഇപ്പോൾ യു എക്സ് എസ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? യു എക്സ് എക്സ് ചെയ്യുകയാണെങ്കിൽ യു എക്സ് ചെയ്താൽ നമുക്കിവിടെ -2 വരും. യു എക്സ് എക്സ് ചെയ്യുകയാണെങ്കിൽ അത് 0 വന്നു. ഓക്കെ, ഇനി യു വൈ വൈ ചെയ്യുകയാണെങ്കിൽ 2 യു വൈ 2y, യു വൈ വൈ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് അത് 2 കിട്ടി. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടുമോ? ഇല്ല, നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ അത് ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് അവിടെ ക്യാൻസൽ ചെയ്യാം. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇമാജിനറി, അത് തന്നെ വി വൈ വൈ
പ്ലസ് വി എക്സ് എക്സ് അത് ഈക്വൽ ടു 0 കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പോൾ വി വൈ എന്ന് പറഞ്ഞാൽ -1, വി വൈ വൈ ഈക്വൽ ടു 0, വി എക്സ് 2x, വി എക്സ് എക്സ് ചെയ്ത് നോക്കിയാൽ 2. അപ്പോൾ ഇതും അഗെയിൻ നോട്ട് ഈക്വൽ ടു 0. സോ ഓപ്ഷൻ ബിയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി ഓപ്ഷൻ സി എന്ന് പറയുന്നത് ദ ഫംഗ്ഷൻ എഫ് ബാർ ഓഫ് സെഡ് ബാർ. എന്താണ് എഫ് ബാർ? ഇപ്പോൾ എഫ് അനലിറ്റിക് ആണ് വന്നിട്ടുണ്ട്. അപ്പോൾ എഫ് ഓഫ് സെഡ് നമുക്ക് അവിടെ അനലിറ്റിക് ആണ്. ഇനി എഫ് ബാർ ഓഫ് സെഡ് ബാർ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അത് എന്താ, ഇപ്പോൾ സെഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ ആണെന്നുണ്ടെങ്കിൽ സെഡ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് മൈനസ് ഐ വൈ ആണ് അല്ലെ. ഈ സെഡ് അനലിറ്റിക് ആണെന്ന് വെച്ചിട്ട് സെഡ് ബാർ അനലിറ്റിക് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഓക്കെ, പക്ഷെ ഇവിടെ സെഡ് ബാർ ഓൾ ബാറാണ് വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ എക്സ് മൈനസ് ഐ വൈയുടെ ബാർ നോക്കുമ്പോൾ എന്തിനെ വരും, എക്സ് പ്ലസ് ഐ വൈ എന്ന് വരും, വിച്ച് ഈസ് സെഡ് അല്ലേ. അപ്പോൾ വീണ്ടും എഫ് ഓഫ് സെഡ് ആണ് വരുന്നത്. ഈ എഫ് ഓഫ് സെഡ് എന്താണ്, അനലിറ്റിക് ആണല്ലോ. സോ എഫ് ബാർ ഓഫ് സെഡ് ബാർ എന്ന് പറയുന്നതും അനലിറ്റിക് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ഇവിടെ കറക്റ്റ് ആണ്. നിദർ എക്സിസ് എ റിയൽ വാല്യൂഡ് നോൺ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ വിച്ച് ഈസ് അനലിറ്റിക് ഓൺ എ ഡൊമൈൻ ഡി. അപ്പോൾ എന്നിട്ടാ റിയൽ വാല്യൂഡ് നോൺ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്, റിയൽ വാല്യൂഡ് ആണ്. അപ്പോൾ ഇമാജിനറി പാർട്ട് ഇവിടെ 0 ആണ്. ഇമാജിനറി പാർട്ട് അവിടെ 0 ആണ്. എഫ് ഓഫ് അല്ല എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്നുള്ളതിൽ ഐ വി എന്ന് പറയുന്ന സെക്ഷൻ 0 ആണ്, അതായത് വി ഇവിടെ 0 ആണ് അല്ലേ. അപ്പോൾ ഇതെന്തായാലും അനലിറ്റിക് ആണെന്നുണ്ടെങ്കിൽ സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ലേ. അപ്പോൾ വി എക്സ് ആണ് യു വൈ, അതായത് യു വൈയും എന്തുതന്നെയാവണം, 0 ആവണം. അതായത് യു എന്തുതന്നെയായിരിക്കണം, യുവും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ നോൺ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ചോദ്യം നോക്കാം. A function f of z equal to sin z by 1 minus e raised to z has a simple pole. Has a റിമൂവബിൾ സിംഗുലാരിറ്റി ആണോ, സിമ്പിൾ പോൾ ആണോ, പോൾ ഓഫ് ഓർഡർ 2 ആണോ, എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ റിമൂവബിൾ സിംഗുലാരിറ്റി കാണാൻ ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുക, അതായത് നമ്മൾ തന്നിട്ടുള്ള ഫംഗ്ഷന് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ മിക്ക കേസിലും നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതേണ്ടി വരും. എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ അത് ഫൈനൈറ്റ് ആണെന്നുണ്ടെങ്കിൽ, ലിമിറ്റ് ഫൈനൈറ്റ് ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ഇറ്റ്സ് എ റിമൂവബിൾ സിംഗുലാരിറ്റി. പിന്നെ പോൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഫംഗ്ഷൻ ഓൾമോസ്റ്റ് സെഡ് മൈനസ് സെഡ് നോട്ട് റൈസ് ടു എം എന്നുള്ള ഫോമിലായിരിക്കും ഡിനോമിനേറ്ററിൽ. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഡിനോമിനേറ്റർ 0 വരികയാണെങ്കിൽ വി ക്യാൻ സേ ഇറ്റ്സ് എ ഹോൾ, അതായത് സെഡ് മൈനസ് സെഡ് നോട്ട് റൈസ് ടു എം ഇൻറ്റു എഫ് ഓഫ് സെഡ്. ഇത് ഇങ്ങനെ ചെയ്യാണ് അത് ഫൈനൈറ്റ് ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ഇറ്റ്സ് എ ഹോൾ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1/z², ഓക്കെ, ഇതിൻ്റെ അടിഭാഗത്തല്ലേ ഡിനോമിനേറ്റർ 0 വരും അല്ല, സെഡിന് 0 കൊടുത്താൽ. സോ ഇതിൻ്റെ പോള് ഓഫ് ഓർഡർ 2, അതിന് മുകളിലുള്ളതാണ് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി എസെൻഷ്യൽ സിംഗുലാരിറ്റി നമ്മൾ ആ ഒരു സീരീസിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നു, ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ. അതിൽ ഇൻഫൈനൈറ്റ്ലി മെനി നെഗറ്റീവ് പവേഴ്സ് വരികയാണെങ്കിൽ അത് എന്താ, എസെൻഷ്യൽ സിംഗുലാരിറ്റി എന്ന് പറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കാനുള്ളത്. പിന്നെ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി എന്ന് പറയുന്നുണ്ട്. ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നെയ്ബർഹുഡ് എടുക്കുകയാണെന്ന് വെച്ചാൽ അതിലൊരേ ഒരു സിംഗുലാരിറ്റി മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോൾ 1/z, ഇതിലിപ്പോൾ z ഈക്വൽ ടു 0 അനലിറ്റിക് അല്ല, ബാക്കിയുള്ളവർക്കൊക്കെ അത് അനലിറ്റിക് അല്ലേ. അപ്പോൾ അവിടെ ഒരൊറ്റ സിംഗുലാരിറ്റി ഉള്ളൂ. സോ ഐസൊലേറ്റഡ് സിംഗുലാരിറ്റി പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ഈ കാര്യങ്ങൾ വെച്ചിട്ട്. അപ്പോൾ ഇതിൽ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സൈൻ സെഡ് ബൈ 1 മൈനസ് ഇ റൈസ് ടു സെഡ്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലേ അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുന്നതാണ് ബെറ്റർ.
നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ സൈൻ സെഡിൻ്റെ എക്സ്പാൻഷൻ എന്താണ്? സൈൻ സെഡിൻ്റെ എക്സ്പാൻഷൻ സെഡ് മൈനസ്, അത് ഓഡ് നമ്പേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ 3 ഫാക്ടോറിയൽ പ്ലസ് സെഡ് റേസ് ടു 5/5 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര ഇങ്ങനെ പോകും. ആൻഡ് വാട്ട് ഈസ് എക്സ്പാൻഷൻ ഓഫ് 1 മൈനസ് ഇ റേസ് ടു സെഡിൻ്റെ എക്സ്പാൻഷൻ എന്താണ്? 1 പ്ലസ് z സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് z ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അപ്പം ഇതിന് എന്തെന്ന് എഴുതാം? അപ്പം ഈ ബ്രാക്കറ്റ് ഒന്ന് തുറന്നു കഴിഞ്ഞാൽ z ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ഡിവൈഡഡ് ബൈ 1 മൈനസ് 1 പോയി മൈനസ് z സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് z ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അപ്പോൾ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് സെഡുകൾ ഉണ്ടല്ലോ, ഞാൻ സെഡിനെ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ 1 മൈനസ് z ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ഡിവൈഡഡ് ബൈ സെഡിനെ പുറത്തേക്ക് എടുത്താൽ -1 മൈനസ് z by 2 factorial plus etc. മൈനസ് എക്സെട്ര. അപ്പോൾ ഇതിൽ സെഡും ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഇനി ഞാൻ അതിന് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ ലിമിറ്റ് z ടെൻസ് ടു 0 അപ്ലൈ ചെയ്ത് കൊടുത്താൽ എന്ത് വരും? 1 മൈനസ് 0 പ്ലസ് 0 പ്ലസ് എക്സെട്ര -1 മൈനസ് 0 എക്സെട്ര. അപ്പോൾ നമ്മുടെ 1/-1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 വിച്ച് ഈസ് ഫൈനൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് റിമൂവബിൾ സിംഗുലാരിറ്റി ആണെന്ന് പറയാം. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത്. Let delta denote the unit disk and f from delta on to delta bar be analytic with f of 0 equal to 0, then if f of 1/2 equal to 1/2, then f of z equal to z for all z element of delta, പിന്നെ f dash of 0 equal to 1. അപ്പോൾ ഇതൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു തിയറം ഉണ്ട്, അതാണ് സ്ക്വാഡ്സ് ലെമ. എന്താണ് നമ്മുടെ സ്ക്വാഡ്സ് ലെമ പറയുന്നത്? സ്ക്വാഡ്സ് ലെമ എന്താ പറയുന്നത്? എഫ് ഫ്രം ഡെൽറ്റ ഓൺ ടു ഡെൽറ്റ അനലറ്റിക് with f of 0 equal to 0, then 3 conditions അത് ഫോളോ ചെയ്യും. മോഡ് f of z less than or equal to mod z for all z, mod f dash of 0 less than or equal to 1, and if equality hold in either condition, അതായത് ഇത് equal to mod z ആവാം അല്ലെങ്കിൽ equal to 1, equality holds in either condition, then f of z equal to e raised to I theta z for some real theta. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ എഫ് ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ്. അപ്പോൾ ഇവിടുത്തെ നോക്കിയാൽ എഫ് ഓഫ് 1/2 ഈക്വൽ ടു 1/z, അതായത് ഇവിടെ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് എന്നുള്ള ഫോമിൽ വന്നു അല്ലേ. അപ്പോൾ ഇവിടെ എഫ് ഓഫ് 1/2 ഈക്വൽ ടു 1/2 എന്നാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താ അത് എന്ത് ഫോമിലായിരിക്കും പറഞ്ഞത്? എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഇ റേസ് ടു ഐ തീറ്റ സെഡ് ഫോമിലാണ് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താ 1/2 എഫ് ഓഫ് 1/2 ഈക്വൽ ടു 1/2. അപ്പോൾ ഇ റേസ് ടു ഐ തീറ്റ റൊട്ടേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആവും. സോ നമുക്ക് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് എന്ന് നമുക്ക് പറയാം. സോ ഓപ്ഷൻ എ ഇവിടെ കറക്റ്റാണ്. അടുത്ത ഓപ്ഷൻ നോക്കിയാൽ എഫ് ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 1, ദെൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ഫോർ ഓൾ സെഡ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 0 ഈക്വൽ ടു ആ ഈക്വാലിറ്റി ഹോൾഡ് ചെയ്തിട്ടുള്ള കാര്യം എന്താ? ഇത് ഈക്വാലിറ്റി ഹോൾഡായി ആണെങ്കിൽ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഇ റേസ് ടു ഐ തീറ്റ ഇൻറ്റു സെഡ് എന്നുള്ള ഫോമിലായിരിക്കും.
അപ്പോൾ ഇവിടെ റൊട്ടേഷൻ ഫാക്ടർ 1 ആയി വെച്ചിട്ട് ഇവിടെ റൊട്ടേഷൻ ഫാക്ടർ 1 ആക്കാൻ പറ്റും എന്നില്ല. കാരണം നമുക്കിപ്പോൾ മൈനസ് സെഡ് ആണെന്നുണ്ടെങ്കിലും -i z ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതായത് നമുക്ക് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു മൈനസ് സെഡ്. ഓക്കെ, എഫ് ഓഫ് സെഡ് ഈക്വൽ ടു -i z. ഇപ്പം ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ -1 വന്നു. ഇതിൻ്റെ എന്തുണ്ടാ മോഡുലസ് എടുത്താൽ ഇതും 1 ആണ്. ആൻഡ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു നോക്കുക, എഫ് ഡാഷ് സെഡ്, അതായത് -i വന്നു. ഇതിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ട് 0 എടുത്താലും ഇതും എന്ത് വരുന്നത്? 1 ആണ് വരുന്നത്. സോ ഇവിടെ റൊട്ടേഷൻ ഫാക്ടർ ഫിക്സഡ് അല്ല, ഇത് മാറി മാറിക്കൊണ്ടിരിക്കും. സോ നമുക്ക് ഈ ഒരു ഓപ്ഷൻ അങ്ങനെ പറയാൻ പറ്റില്ല, എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് എന്ന് പറയാൻ പറ്റില്ല. സോ കാരണം എന്താ, അവിടെ ഒരു e⁻ എന്തായാലും വന്നേ പറ്റൂ. സോ ഓപ്ഷൻ ബി നമുക്ക് അവിടെ ക്യാൻസൽ ചെയ്യാം. പിന്നെ എഫ് ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സെഡ്, അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആയേ പറ്റുള്ളൂ. അപ്പം ഇതും തെറ്റാണ്. എഫ് ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 0 ആണെന്ന് വെച്ചിട്ട് എഫ് കോൺസ്റ്റൻ്റ് ആകണമെന്നുണ്ടോ? ഇല്ല. കാരണം വേണമെങ്കിൽ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ z² എടുത്തു എന്ന് വെച്ചോ, ഇപ്പോൾ എഫ് ഡാഷ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ 2z ആണ്. ഈ എഫ് ഡാഷ് ഓഫ് 0 എടുത്താലും അത് 0 തന്നെ അല്ലേ എന്ന് വെച്ചിട്ട് ഇത് കോൺസ്റ്റൻ്റ് ആണോ? അല്ല. അപ്പോൾ ഈ ഓപ്ഷൻ ഡി നമുക്ക് അവിടെ ക്യാൻസൽ ചെയ്യാം. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്.